ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വീണ്ടും മെസ്സിയുടെ പ്ലെയർ കരിയർ മോഡ് ഓൺ സോക്കർ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് 25 വ്യൂസ് പോലും കിട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോഴാണ് ഞാൻ 25 ലൈക്ക് ചോദിച്ചത്. എങ്കിലും ഒരു സീരീസ് തുടങ്ങിയത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് എപ്പിസോഡും കൂടെ ആണത്. അപ്പോൾ ഇതിൽ കുറേ നല്ല മൂമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം ബാഴ്സലോണ, മെസ്സിയുടെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബാഴ്സലോണയ്ക്കെതിരെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ മാച്ച് കളിക്കാം. അപ്പം കിക്ക് ഓഫ് ആയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ മെസ്സിക്ക് കൊടുക്കാൻ നോക്കി, അത് പക്ഷേ ടാക്കായിരിക്കുകയാണ് ഗൈസ്. മെസ്സി കിട്ടി. എനിക്ക് എൻ്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ ഇത് സേവായെന്നാണ്. അതെ ഗൈസ്, അത് സേവായി. നമ്മളെന്തായാലും ബാഴ്സലോണേൻ്റെ അടുത്തൊന്നും ജയിക്കാൻ പോകില്ല ഗൈസ്. മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കുക, അതെത്ര മിസ്സായാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ മെസ്സി ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോഴെനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടൊരു 4 ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ പിന്നെ സെക്കൻഡ് കളി രാത്രി 2 കളി നല്ല പടുക്കുറ്റം കളി തന്നെയായിരുന്നു. ഫസ്റ്റത്തെ ഫേവറേറ്റ് ക്ലബ്ബാണെങ്കിൽ സെക്കൻഡ് അകത്ത് ഇത് ഏറ്റവും പ്രിയപ്പെട്ട റൈവൽ ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മെസ്സി റിയൽ മാഡ്രിഡിനെതിരെയും ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. സംശയമില്ലല്ലോ, മെസ്സി റിയൽ മാഡ്രിഡിനെതിരെ പോയാൽ ഗോൾ അടിച്ചിരിക്കും. ഇങ്ങേർക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ, ഇങ്ങേർക്കും റിയൽ മാഡ്രിഡിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ ഗൈസ്, അതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു വാലണ്ടിയർ, കിഡിൻ്റെ വാലണ്ടിയറാ, യൂത്ത് വാലണ്ടിയർ അങ്ങനെ കണ്ട സാധനമുണ്ട്. അത് ഈ ഗെയിമിലുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണിക്കാൻ പറഞ്ഞു, അതിന് മുമ്പേ ഞാൻ സ്കിപ്പടിച്ച്. ഇപ്പം സെക്കൻഡ് മാച്ച് ഞാൻ നോക്കിയില്ല, അതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മെസ്സിക്ക് വീണ്ടും ഒരു ബോൾ ഇട്ടിരിക്കുകയാണ്. ഈ കണ്ട ഗൈസ്, മെസ്സി എവിടെ നിന്നാണെങ്കിലും ഹെഡർ ചെയ്യും. ഇത് യഥാർത്ഥ ലോകത്തിന് മെസ്സി ഇല്ല. യഥാർത്ഥ ലോകത്തിൽ നിന്നും ഇൻട്രോവേർട്ടായ ഒരു മെസ്സിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെക്കൻഡ് മാച്ച് VRAലിൻ്റെ അടുത്തായിട്ടാണ് സെക്കൻഡ് മാച്ച്. VRAലിൻ്റെ അടുത്താണ് സെക്കൻഡ് മാച്ച് എന്നാണ് തോന്നുന്നത്. മെസ്സിയുടെ ഒരു പാസ്, അത് അങ്ങനെ കിട്ടി. ഇങ്ങനെ അവിടെ ഇങ്ങനെ പേരെന്ന് പറഞ്ഞൂടോ ഗൈസ്, പേരൊന്നും ഇതിൽ കാണിക്കില്ല. ഏതോ ഒരാൾക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു, അവൻ മെസ്സിക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു. മെസ്സി അവിടെ നിന്ന് ഗോളടിച്ച്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു എനർജി ഇല്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ അർജൻറ്റീന ടീം സെലക്ഷൻ വന്നിരിക്കുകയാണ്. ഏത് നമ്പർ എടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ മെസ്സി നമ്പർ 1 പ്ലെയർ അല്ലേ ഗൈസ് അർജൻറ്റീനയിൽ. അതുകൊണ്ട് ഞാൻ മെസ്സിക്ക് കൊടുത്തത് നമ്പർ 1 തന്നെയാണ്. കുറച്ച് നേരം ഇതാക്കി തീരുമാനിച്ചിട്ടാണ് നമ്പർ 1 തന്നെ എടുത്തത് ഞാൻ. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് നിങ്ങളെ കാണിക്കുള്ള ഇൻ്റർനാഷണൽ കപ്പ് ക്വാളിഫയർ അർജൻറ്റീന വേഴ്സസ് പെറു ആയിരുന്നു. ഈ മാച്ചിൽ മെസ്സിയുടെ ഒരു സൂപ്പർ ബൈസൈക്കിൾ ഗോൾ ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ തന്നെ കണ്ടോ? അത് ഞാൻ റിവ്യൂ അടിച്ച് കാണുന്നവർ ഇവിടെ ഇതിലുണ്ട്. മെസ്സി ഗോൾ അടിച്ച്, മെസ്സിയാണ് ഗൈസ്. മെസ്സിയെ അടിക്കുള്ളൂ. അർജൻറ്റീനയ്ക്ക് വേണ്ടി മെസ്സി അല്ലാതെ വേറെ ആരടിക്കാൻ? കണ്ട ഗൈസ്, ഈ ഒരു ബൈസൈക്കിൾ ഗോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാസ് കൊടുത്ത് നേരെ മറിച്ചടിച്ച്. എൻ്റെ മുന്നേ എത്ര സൂപ്പർ ഗോളെന്നാ ഗൈസ്. ആ ഗോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയട്ടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ആ ഗോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ 2 ഗോളും റിവ്യൂ എടുത്ത് നോക്കി. 2 നല്ല പൊളി ഗോൾ തന്നെയാണ് ഗൈസ്. രണ്ടാമത്തെ ഗോൾ ഞാൻ അടിച്ചിട്ടുള്ളത് നല്ല ഗോൾ. പിന്നെ സൂപ്പർ സ്റ്റാർസിൽ ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും. ഫസ്റ്റ് ട്രെയിനിങ്ങിന് നമ്മളെ ബൈസൈക്കിൾ അടിക്കാനാണ് പഠിപ്പിക്കണേ. പിന്നെ അടുത്ത കളി കാഡിസ് വേഴ്സസ് ലാസ് പാൽമാസ് ആയിരുന്നു. അത് ഞാൻ കളിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സിക്ക് മറിച്ചു കൊടുക്കുന്നു. മെസ്സി അവിടെ നിന്ന് അടിക്കുമെന്നാണ് നോക്കണേ നമ്മൾ. മെസ്സി വേറെ ആർക്കോ മറിച്ചു കൊടുക്കുന്നു ഗൈസ്. ഇവ എങ്ങോട്ടടേ കൊടുക്കണേ? കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ കാടായത്. ഹെഡ് ലാസ് പാൽമാസിനെതിരെ പോലും മടിക്കാൻ പറ്റില്ലല്ല ഈ കാഡീസിന്. മെസ്സിയുടെ പ്രശ്നമല്ല ഗൈസ്, കാഡിസ് ടീംമേറ്റ്സിൻ്റെ പ്രശ്നമാണ് ഒരു കളി പോലും ജയിക്കാത്തത്. ഞാനും ബാഴ്സലോണ എല്ലാം ആയിരിക്കണം, മെസ്സി ഡബിൾ പവർ. ഇതെല്ലാം നേരത്തെ സംഭവിച്ചു, ഒന്നും കൂടെ സംഭവിക്കാനാണ്. അത് മിസ്സായിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണോ എന്തോ, എവിടെ നിന്ന് വന്നതാണോ എന്തോ. ഇത് പക്ഷെ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
വേറെ ആരോ ആണ് ഗോൾ അടിച്ചത്, റൊണാൾഡോനെ പോലെ ഇരിക്കണം ആരോ. മെസ്സി അവിടെ നിന്നിട്ട് റൊണാൾഡോ വന്ന് അടിക്കലാ. വീണ്ടും ഒരു മാഡ്രിഡ് ആയിട്ടുള്ള മാച്ച് നമുക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. മാഡ്രിഡായിട്ട് ഞാനൊരു ഇത് നോക്കണില്ല. ഞാൻ എങ്കിലും മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ കുറേ ചാൻസ് പോയി എന്ന് തോന്നുന്നു. അപ്പം അതാരാണ്? മെസ്സി സ്റ്റാറുമായിട്ട് അവിടെ വച്ച് ഇരിക്കണുണ്ട് ഗൈസ്. മെസ്സി ഡ്രിബിൾ ചെയ്തെങ്കിൽ ഇപ്പം കാണാം. നിൻ്റെ ജീവിതത്തിൽ നീ നല്ല ഡ്രിബിളറാണ്. ഇതിൽ ഇൻട്രോവേർട്ട് ആയതുപോലെ പെരുമാറിയപ്പം കണ്ടോ. മെസ്സി ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഗൈസ്. ഇതിൽ ജീവിതത്തിനൊക്കെ സൂപ്പറായിട്ട് ഇവിടെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റൊണാൾഡോ പക്ഷെ അന്നും ഇന്നും സ്പെഷ്യലാണ് ഗൈസ്. മെസ്സി ഒന്നും അത്രയ്ക്കും കൊള്ളില്ല. നിങ്ങൾ കമൻറ്റ് ഈ മെസ്സിയുടെ കരിയർ മോഡ് കഴിഞ്ഞിട്ട് റൊണാൾഡോയുടെ കരിയർ മോഡോ എംബപ്പയുടെ കരിയർ മോഡോ ഞാൻ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആരുടെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അവരുടെ ഇത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും ഒരു ചാൻസിന് വേണ്ടിയിട്ട് മെസ്സിക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. അടിക്കാൻ അറിഞ്ഞൂടാ ഗൈസ്. ഇതൊക്കെ റൊണാൾഡോ ആയിരിക്കണം. അവിടെ നിന്ന് അടിക്കും. വാൻ ബാസ്റ്റൻ വരെ അവിടെ നിന്ന് അടിക്കും. പിന്നീടാണ് നിങ്ങൾ വാൻ ബാസ്റ്റൻ്റെ ഒരു ഗോൾ കണ്ടിട്ടുണ്ട്. ആ ഒരു 0 ഡിഗ്രി ആംഗിളിൽ നിന്ന് കണ്ടാണ് അടിച്ച് കയറ്റിയിട്ടുള്ളത്. മെസ്സിക്ക് അതൊന്നും പറ്റുമെന്ന് പറഞ്ഞാൽ മെസ്സിനെ ഇട്ട് മെസ്സി വച്ചിട്ട് പോകണം ഈ കളി. എന്തിനാണ് കളിക്കണതെന്ന് പോലും എനിക്ക് മനസ്സിലാവുള്ള. മെസ്സി അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് കയറ്റാൻ നോക്കി, നടന്നില്ല ഗൈസ്. അപ്പോൾ പാസ് കൊടുത്തപ്പോൾ അത് സ്റ്റാറിക്കൊണ്ട് എന്തൊരു കളിയാണ് അത്. മെസ്സിക്ക് വീണ്ടും ഒരു ഹെഡർ അടിക്കാൻ ചാൻസ് ഇട്ട് കണ്ട ഗൈസ്. മെസ്സിക്ക് ഹെഡ് കിട്ടിയ ഉടനെ നല്ല ഒരു സൂപ്പർ ചാൻസ് ആക്കി മാറ്റിയിരിക്കും. മെസ്സി അങ്ങനെയാണ് ഗൈസ്. മെസ്സി ആധുനിക ലോകത്തെ റൊണാൾഡോയാണ്. ഞാൻ അങ്ങനെ അടിക്കാൻ നോക്കി, എൻ്റെ മോനെ അങ്ങനെ അടിക്കാൻ നോക്കിയിട്ട് അത് കയറിയാ. ഈ ഒരു കളിയിൽ അല്ല, ഈ ഒരു എപ്പിസോഡിൽ നല്ല കുറേ ഗോൾസ് ഉണ്ട് ഗൈസ്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. കണ്ട എങ്ങനെയൊക്കെയാണോ എന്തോ അതൊക്കെ കയറിയത്, പറയാൻ പറ്റാത്ത നല്ല സൂപ്പർ ഗോൾസ്. ആദ്യം മിസ്സായെങ്കിലും പിന്നെ അത് കയറി. ഏതോ ക്വാർട്ടർ ഫൈനൽസ് ടീം ഏതാണെന്ന് നോക്കിയില്ല. അയ്യേ, ഞാൻ അവിടെ നിന്ന് നേരെ ഗോൾ അടിക്കാൻ നോക്കിയെന്ന് തോന്നുന്നു ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല. കണ്ട ഗൈസ്, ഞാൻ കുറേ നേരം അങ്ങനെ നോക്കി, കുത്തിയിട്ട് കുറേ പോയെങ്കിലും ഒരെണ്ണം പോലും ഗോളടിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ അത് വച്ചിട്ട് പോയെന്ന് തോന്നുന്നത്. അതേ സംഭവിക്കുള്ളൂ ഗൈസ്. ഞാൻ ഒരു ഗോൾ നന്നായിട്ട് വന്നാൽ വീണ്ടും കുറേ ഗോൾ അടിക്കാൻ നോക്കും. നടക്കുമോ? അതുമില്ല. ഇപ്പം ഞാൻ പാസ് കൊടുത്ത് കളിച്ച് മെസ്സിക്ക് കളിച്ച് മെസ്സി അയ്യേ കണ്ട ഗൈസ്, മെസ്സിക്ക് ഈ കളിയിൽ പോലും കളിക്കാൻ അറിഞ്ഞൂടാ. ഈ ഒരു ഗെയിമിൽ സാധാരണ ജീവിതത്തിൽ മെസ്സി അത്ര സൂപ്പറായിട്ട് കളിക്കില്ലെങ്കിലും ഇതിലെങ്കിലും നന്നായിട്ട് കളിച്ചുകൂടി. ഇതിൽ നന്നായിട്ട് കളിക്കാൻ അറിഞ്ഞൂടാ. മെസ്സി ഫാൻസ് എന്നോട് ക്ഷമിക്കണം. ഞാൻ റൊണാൾഡോ ഫാനാണ് ഇത്രയൊക്കെ പറയണത്. പണ്ട് ഞാൻ മെസ്സി ഫാനായിരുന്നു. എന്താണ് ഇത്? ഉമ്മാക്കെന്ത് കളിക്കാൻ അറിഞ്ഞൂടെ? ഒന്നല്ലെങ്കിൽ മെസ്സിയുടെ കുഴപ്പം, അല്ലെങ്കിൽ മെസ്സിയുടെ ടീംമേറ്റ്സിൻ്റെ കുഴപ്പം. ഇതിലേതോ ഒന്നാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ എൻ്റെ കുഴപ്പം. പക്ഷെ എൻ്റെ കുഴപ്പമായിരിക്കില്ല ഗൈസ്. ഞാൻ ഈ കളിയിൽ പ്രോയാണ്. ഇപ്പം കുറേ നേരം ആയല്ലാടി, ഒരു ഗോളെങ്കിലും അടി മാർക്കെതിരെ. എന്തിനു ചുമ്മാ? മെസ്സി അവിടെ നിന്ന് അടിക്കുമോ ഗൈസ്? ഗ്യാരണ്ടി ആയിരുന്നു. അത് നല്ല ഇതായിരുന്നു. അത് നല്ല ഷോട്ടായിരുന്നു. അതിൽ ഐ ആം അപ്രിഷ്യേറ്റിംഗ് യു മെസ്സി. ഐ എം അപ്രിഷ്യേറ്റിംഗ് യു. ആ ഒരു ഷോട്ടിൽ ഐ ആം അപ്രിഷ്യേറ്റിംഗ് യു. അത് എൻ്റെ മോനെ ഇങ്ങനെ ഇത്രയും സത്യമായിട്ടും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ഗോൾ വരുമെന്ന്. സത്യമായിട്ടും വിചാരിച്ചില്ല എൻ്റെ മോനെ. അത് നല്ല ഗോളായിരുന്നു ഗൈസ്. അത് പൊളി ഗോള്, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മോനെ പൊളി ഗോള്, സൂപ്പർ. സത്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇത് 3 സ്റ്റാർ എന്തായെന്ന് പറഞ്ഞു. കാരണം അത്രയും നേരം ഞാൻ സ്റ്റാർ നോക്കിയാണ് കളിച്ചത്. അങ്ങനെ 3 സ്റ്റാർ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു മുടിയും കൂടെ നമുക്ക് അത് മാറ്റി തന്നിരിക്കുന്നു. സെവിയുള്ള മാച്ചാണ്, നമ്മൾ സ്കിപ്പാക്കി തരാം. അപ്പം നമ്മൾ അർജൻറ്റീനയുള്ള മെസ്സിയായിട്ട്
മെസ്സിനെ രൂപം മാറ്റണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൂട്ട്സൊക്കെ മാറ്റണോ വേണ്ട, ഈ ബൂട്ട്സ് കണ്ടിട്ട് എനിക്ക് നൈക്കിൻ്റെ ബൂട്ട്സായിട്ടാണ് തോന്നുന്നത്. ആയിരിക്കട്ടെ, ഈ സാധാരണ ബൂട്ട്സ് തന്നെ ഇരിക്കട്ടെ. ചിലപ്പോൾ നമുക്ക് മെസ്സി നൈക്കിൻ്റെ ബൂട്ടോ വല്ല ബൂട്ടായിട്ടിരുന്നെങ്കിൽ നോക്കാമായിരുന്നു ഗൈസ്. അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പം മെസ്സിക്ക് നമുക്ക് ഫുൾ സ്ലീവ്സ് അല്ലേ മെസ്സി ഇട്ടുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നമുക്ക് ഫുൾ സ്ലീവ്സ് തന്നെ മെസ്സിക്ക് കൊടുക്കുക. അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒന്നും താഴെ കൊടുക്കണ്ട ഗൈസ്. ഒരു 5-6 സീസണൊക്കെ ആകുമ്പോഴാണ് മെസ്സിക്ക് താഴെ വരുന്നത്. അല്ല, ഒരു 13-14 മറ്റേ സീസണൊക്കെ ആകുമ്പോൾ മെസ്സിക്ക് താഴെ കൊടുക്കാം. അതുവരെ മെസ്സി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മെസ്സിയുടെ മുടി മാറ്റണം ഗൈസ്. പക്ഷേ എനിക്ക് ഈ മുടിയാണ് എനിക്ക് കുറച്ചും കൂടെ. പക്ഷേ ഈ മുടി കണ്ടിട്ട് ഗൈസ്, എനിക്ക് ഈ മുടിയും കൂടെ മെസ്സിക്ക് നന്നായി ചേർന്നായിട്ട് തോന്നുന്നു. മറ്റേ യഥാർത്ഥ പണ്ടത്തെ മെസ്സിയെ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ മുടി തന്നെ ഇരിക്കട്ടല്ലേ, എന്തിനാണ് വേറെ മുടിയായിട്ട് മാറ്റുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫസ്റ്റ് മുടിയാണോ സെക്കൻഡ് മുടിയാണോ എന്ന്. ഞാൻ ആ മുടി തന്നെ വച്ചിരിക്കുകയായിരിക്കും. ഇപ്പം ട്രെയിനിങ് ആണ് ഗൈസ്. ട്രെയിനിങ്ങിൽ എന്തിനു പറ്റുമെന്ന് നോക്കാം. ട്രെയിനിങ് ഒന്നും പറ്റാനില്ല. മെസ്സി ഗോൾ അടിച്ചിരിക്കും. എവിടെ നടിക്കും നോക്കട്ടെ. അതങ്ങനെ ഗോളായിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ പേടിക്കാതെ, മെസ്സി ഗോളടിച്ചിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ബെൽജിയം വേഴ്സസ് അർജൻറ്റീന മാച്ചാണ് എടുത്തത്. എന്തൊക്കെ സംഭവിക്കുക എന്താ, ജയിക്കായിരിക്കും. തോക്കാനൊന്നും അങ്ങനെ മെസ്സി ഒന്നും നിൽക്കൊന്നുമില്ല. മെസ്സി അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫൈനലിൽ കുറേ പ്രാവശ്യമല്ല തോറ്റിട്ടുണ്ടെങ്കിലും മെസ്സി അങ്ങനെ തോക്കൂല. ബെൽജിയമിൻ്റെ എതിരെയൊക്കെ എങ്ങനെ മെസ്സി തോക്കും? ഗോളടിച്ചിരിക്കുന്നു ഗൈസ്. ഏതോ ഒരുത്തൻ ഗോളടിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് നമുക്ക് അവനെ എമിലിയാനോ മാർട്ടിനസ് എന്ന് വിളിക്കാം, നമ്പർ 11. എമിലിയാനോ മാർട്ടിനസ് അല്ലേ, സോറി. ഇതാരായിരുന്നു? എംബാപ്പെ സെലിബ്രേഷൻ. എമിലിയാനോ മാർട്ടിനസ്. നമുക്ക് ലൗട്ടാരോ മാർട്ടിനസ് എന്ന് വിളിക്കാം. രണ്ടും മാർട്ടിനസ് ആയതുകൊണ്ട് കമൻസിൽ വാട്ട് ഡു യു മീൻ മാൻ എന്ന് ചോദിക്കണ്ട, അറിയാതെ പറഞ്ഞാണ്. നല്ല ഗോള് ഗൈസ്. കുറേ നേരമായിട്ട് നല്ല ഗോളെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ആ ഒരു 2 ഗോള് പോലെ ഒരു നല്ല ഗോള് ഞാൻ കാണും. ഇത് മെസ്സി അല്ല അടിച്ച, പക്ഷേ എനിക്കാ നല്ല സൂപ്പർ ഗോളായിരുന്നല്ലേ. പക്ഷേ നല്ല ഗോളായിരുന്നു ഗൈസ്. സത്യമായിട്ടും നല്ല ഗോളായിരുന്നു. സത്യം പറഞ്ഞല്ല, ഇത്രയും നേരം വായിട്ട് കളിച്ചിട്ട് ആ ഗോള് കണ്ടപ്പം ഒരു സമാധാനമായി. നല്ല ഗോള് കണ്ടില്ല എന്നുള്ള പരാതി തരുന്നു. ഇൻ്റർനാഷണൽ കപ്പ് ക്വാർട്ടർ ഫൈനലാണ് നമ്മൾ തോറ്റു ഗൈസ്. ക്രൊയേഷ്യക്കെതിരെ നമ്മൾ തോറ്റതാണ് എൻ്റെ ഓർമ്മ. തോറ്റു ഗൈസ്, അത് തോറ്റു. അത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കളി എനിക്ക് ഓർമ്മയുണ്ട്. 3 ദിവസമായി റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും എനിക്കതൊക്കെ ഓർമ്മയുണ്ട് ഗൈസ്. എൻ്റെ ഓർമ്മശക്തി കണ്ട ഗൈസ്. മെസ്സി എങ്ങനെ നോക്കിയാലും ഹെഡ് തൻ്റെ തലയിൽ വല്ലതും കൊടുത്താൽ അത് അടിച്ചിരിക്കും. 2-1 തോറ്റാലും മെസ്സിയുടെ ഹെഡർ കണ്ടിട്ട് ഈ കളിയിലെങ്കിലും, ഈ ഒരു ഗെയിമിലെങ്കിലും എനിക്ക് ഹെഡർ കാണാൻ പറ്റില്ല. അത് സമാധാനമായി. അപ്പം അടുത്ത സീസൺ നമുക്ക് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് ഓഫർ മൊണാക്കോ, ലൈപ്സിഗ്, പോർട്ടോ, പിന്നെ ക്യാഡീസാണ്. ഞാൻ ആദ്യം വിചാരിച്ച് മെസ്സി കുറേ കാലം സ്പെയിനിൽ തന്നെയല്ലേ ഇതായിരുന്നത്, അപ്പം സ്പെയിനിൽ തന്നെ കളിച്ചാൽ പോരെയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ മെസ്സിക്ക് പ്രീമിയർ ലീഗ് ഒന്നും കളിച്ചിട്ടില്ല ഗൈസ്. മെസ്സി സ്പെയിന്, ലീഗ് 1 ആ 2 ലീഗ് ടോപ്പ് 5 ലീഗ്സിൽ കളിച്ചിട്ടുള്ളൂ. അപ്പം ഈ ടോപ്പ് 5 ലീഗ്സിലെ ട്രോഫി മുഴുവൻ അതായത് ടോപ്പ് 5 ലീഗിലെ മുഴുവൻ ട്രോഫിയും മെസ്സിക്ക് അതായത് സ്ലാട്ടനെ പോലെ. സ്ലാട്ടൻ ചാമ്പ്യൻസ് ലീഗ് ഒഴികെ ബാക്കി ടോപ്പ് 5 ലീഗ്സിലെ എല്ലാ ട്രോഫിയും നേടിയിട്ടുണ്ട്. അങ്ങനെ ട്രോഫി നേടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഓരോ ലീഗ് ടോപ്പ് 5 ലീഗ്സിലെ ഓരോ ടീമിലോട്ട് പോയിട്ട് അവരെ ജയിപ്പിക്കാനാണ് എനിക്ക് പിന്നെ തോന്നിയത്.
പിന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ പറയൂ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇതിലേത് ടീമിലോട്ടാണ് നമ്മൾ പോവേണ്ടതെന്ന്. കാഡിസിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് കാഡിസിൽ സ്റ്റേ ചെയ്യണമെന്നാണെങ്കിൽ കാഡിസിൽ സ്റ്റേ ചെയ്യാം. ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് മൊണാക്കോയിൽ നിൽക്കണമെന്നാണെങ്കിൽ മൊണാക്കോയിൽ സ്റ്റേ ചെയ്യാം. ലൈപ്സിഗിലാണെങ്കിൽ ലൈപ്സിഗ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.